മനുഷ്യത്വം എന്നുള്ളത് മറ്റുള്ള സർവേശ്വരൻ്റെ യാതൊരു സൃഷ്ടിക്കും അവകാശപ്പെടുവാൻ സാധിക്കാത്ത, ബൈബിൾ പ്രതിദാനം ചെയ്യുന്ന, അതായത് സൃഷ്ടിയുടെ മുകുടമായ മനുഷ്യൻ, ആ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ ആ മൂല്യങ്ങളാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന എല്ലാ ഞങ്ങളുടെ മത സഹോദരന്മാർക്കും ഞാൻ അത് ഏറ്റെടുക്കുന്ന ആ വലിയ കാഴ്ചപ്പാടുകൾക്കും ഞാൻ നന്ദി കരയറ്റുകയാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ മധ്യത്തിൽ എന്നും മതേതരത്വ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ജമാഅത്തിയുടെ, പ്രത്യേകിച്ച് കാന്തപുരം മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഈ സംഘടനയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ബൈബിളിൽ വിഭാവന ചെയ്യുന്ന ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. മനുഷ്യത്വത്തിൻ്റെ 3 മനോഭാവങ്ങളെക്കുറിച്ച് യിശയ്യാ നബി പറയുന്ന ഒരു കഥ ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതായത് യിശയ്യാ നബി പറയുന്നു, ഒരു വഴിയാത്രക്കാരൻ, ആ വഴിയാത്രക്കാരനെ ആക്രമിക്കുന്ന കവർച്ചക്കാർ, മതപുരോഹിതന്മാരും ലേവ്യരും അത് കാണാതെ കടന്നു പോകുമ്പോൾ നല്ല ശമരിയാക്കാരനായ ആ വ്യക്തിത്വം, മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായ ആ പ്രതീകം, ആ വ്യക്തിയെ ഏറ്റെടുക്കുകയും തനിക്ക് ശുശ്രൂഷ നൽകി സത്രത്തിൽ ഏൽപ്പിക്കുവാൻ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. ഇത് മനുഷ്യത്വത്തിൻ്റെ 3 മനോഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്.